പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചെയ്യുന്ന 10ാം ക്ലാസ്സുകാരുടെ മാത്സ് 4th ലെസൺ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാകൃതി സമവാക്യം എന്ന പാഠത്തിലെ 5ാമത് പാർട്ട് വീഡിയോ ആണ്. ഓൾറെഡി 4 പാർട്ടുകൾ ചെയ്തു കഴിഞ്ഞു. അതിന്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമുള്ളവർക്ക് നോക്കാം. അതുകൂടാതെ ആദ്യ 3 പാഠങ്ങൾ പൂർണ്ണമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യ ഭാഗങ്ങളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്റെ ചാനൽ പുതുതായി സന്ദർശിക്കുന്നവർക്കും ആദ്യം മുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആ ലിങ്കുകൾ സന്ദർശിച്ച് പഠിക്കാവുന്നതാണ്. ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പേജ് 86 പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ്. ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്നാൽ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ സമയം കളയുന്നതിന് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. You're a superhero. ഇന്നത്തെ ആദ്യ ചോദ്യം വായിക്കാം. നിങ്ങളുടെ പേജ് 86 പ്രാക്ടീസ് പ്രോബ്ലം ആ കോളത്തിലെ 4ാമത്തെ ചോദ്യമാണ്. 9, 11, 13 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയും അതിനോട് 16 കൂട്ടിയപ്പോൾ 256 കിട്ടി. എങ്കിൽ എത്ര പദങ്ങളാണ് കൂട്ടിയത്? ഇത് കണ്ടുപിടിക്കണം. ഇന്നലെ അതായത് പ്രീവിയസ് വീഡിയോയിൽ ലാസ്റ്റ് ചെയ്ത ചോദ്യമാണ്. സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എഴുതിയെടുത്ത് നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. 16 added to the sum of the first few terms of the arithmetic sequence 9, 11, 13 and so on gave 256. അതായത് ആ ഒരു arithmetic സീക്വൻസിനോട് കുറച്ച് ഫ്യൂ ടേംസ് എന്നാണ് പറയുന്നത്. കുറച്ച് പദങ്ങളോട് കുറച്ച് പദങ്ങളുടെ സമ്മിനോട് 16 കൂടെ കൂട്ടിയപ്പോൾ 256 കിട്ടി. ഹൗ മെനി ടേംസ് വേർ ആഡഡ്? എങ്കിൽ എത്ര ടേംസ് ആണ് ആഡ് ചെയ്തതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എല്ലാവരും ചോദ്യം എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഈ ആദ്യം നമുക്ക് ശ്രേണി എഴുതാം. സീക്വൻസ് ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യമാണ്. അതായത് 9, 11, 13 ആൻഡ് സോ ഓൺ. ഓക്കെ, ഈ ശ്രേണിയിൽ നമുക്ക് ഒരു ശ്രേണി കിട്ടിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും എഴുതാം. എഫ് എഴുതാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 9 ആണ്. ഡിയും എഴുതാം. ഡി എന്ന് പറഞ്ഞാൽ എത്ര വീതം കൂടിയാണ് പോകുന്നത് 4. 9, 2, 11, 11, 2, 13. അപ്പൊ കോമൺ ഡിഫറൻസ് 2 ആണ്. ഓക്കെ, ഇതിലെ കുറച്ച് പദങ്ങൾ കൂട്ടിയിട്ട് കുറച്ച് പദങ്ങൾ കൂട്ടുന്നവർ എത്ര പദങ്ങളാണ് കൂട്ടിയതെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. പദങ്ങൾ കൂട്ടിയിട്ട് അതിനോട് 16 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 256 കിട്ടി. അപ്പൊ കുറച്ച് പദങ്ങൾ. അപ്പം നമ്മുടെ സം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. കണ്ടോ, ആദ്യ പദമുണ്ട് x1, അത് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. xn ഉണ്ടോ? ഇല്ല. xn എന്ന് പറയുന്നത് n-ാം പദം, അവസാന പദമാണ്. അവസാന പദം എത്രാമത്തെ പദമാണെന്ന് അറിയില്ല. അങ്ങനെ അറിയില്ലെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് n-ാം പദം കണ്ടുപിടിക്കണം. ആ അവസാന പദം n-ാം പദമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? സങ്കല്പിച്ച് അങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് n-ാം പദം കണ്ടുപിടിക്കാം. xn. കണ്ടോ, ഈ സം കണ്ടുപിടിക്കുന്ന ആവശ്യത്തിലേക്കാണ്. സൂത്രവാക്യം എന്താണ്? dn പ്ലസ് f മൈനസ് d ഈക്വൽ ടു d എത്രയാണ്? 2 ആണ്. n ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇടുക. പ്ലസ് f എത്രയാണ്? 9 മൈനസ് d. d എന്ന് പറയുമ്പോൾ 2 ആണ്. ഓക്കെ, അപ്പൊ 2n പ്ലസ് 9 2 കുറച്ച് 7. അപ്പൊ 2n പ്ലസ് 7 ആണ് ഇതിന്റെ n-ാം പദം. ഓക്കെ, അപ്പൊ xn കിട്ടി. സം കണ്ടുപിടിക്കുന്നതിന്റെ ഇതും കിട്ടി. സം ഓഫ് n ടേംസ്. ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയോട് 16 കൂട്ടിയിട്ടാണല്ലോ. 16 കൂട്ടുന്ന കാര്യം നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാം. ആദ്യത്തെ കുറച്ച് എന്ന് പറയുമ്പോൾ n പദങ്ങളാണല്ലോ. അത് നമുക്ക് എഴുതാം. സം ഓഫ് n ടേംസ്. സം ഓഫ് n ടേംസ്, n പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ സൂത്രവാക്യം അത് തന്നെ n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, ഈക്വൽ ടു n/2 ഇൻറ്റു x1 എത്രയാണ്? x1 എന്നപ്പോൾ f തന്നെയാണ് 9 പ്ലസ് xn നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2n പ്ലസ് 7. ഓക്കെ, ഈക്വൽ ടു n/2 ഇൻറ്റു 9 7 കൂടെ കൂട്ടുക 16. ഈ 2n-ആയിട്ട് കൂട്ടില്ല, കാരണം ചരം അഥവാ വേരിയബിൾ ഉള്ളത് ആ വേരിയബിൾ ഉള്ളതുമായിട്ട് മാത്രമേ പ്ലസ് ചെയ്യുള്ളൂ. ഒരേ കൃതിയുമായിരിക്കണം, ഒരേ ചരവുമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ. ഇതിന്റെ നിയമങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ 2n അങ്ങനെ തന്നെ എഴുതുക, കാരണം വേറെ എന്നുള്ള ആരുമില്ല. 9 7 16. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ n/2ന്റെ കൂടെയുള്ള ഈ 2-നെ വെട്ടിക്കളയണം. അതിനെന്ത് ചെയ്യണം? ഒരു ഇൻറ്റു 2 വന്നാൽ വെട്ടും. ഇൻറ്റു 2ഓ അല്ലെങ്കിൽ 2ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിളോ. അപ്പൊ നമുക്ക് ഈ ബ്രാക്കറ്റിനകത്ത് നിന്ന് 2-നെ പുറത്ത് എഴുതാൻ പറ്റുമോ? പറ്റും. ഈ 2n-ലും 2 ഉണ്ട്, 16-ലും 2 ഉണ്ട്. 16 എന്ന് പറയുന്ന 2ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ നമുക്ക് 2-നെ പുറത്ത് എഴുതാം. ഈക്വൽ ടു എന്ത് വരും? n/2 ഇൻറ്റു 2. ഈ 2 എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനകത്തുള്ള 2-നെ പുറത്തേക്ക് എഴുതുന്നതാണ്. ഈ 2-നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴേ 2n വരുന്നത്? ഇത് 2-നെ n കൊണ്ട് മാത്രം ഗുണിച്ചാൽ മതി. പ്ലസ്
ഈ രണ്ടിനെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 16 വരുന്നത്? 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 16 വരുന്നത് കേട്ടോ. അപ്പൊ 2 ഇൻറ്റു 2 2 ഇൻറ്റു 8 16 ആ രീതിയിൽ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഈ രണ്ട് എന്ത് ചെയ്തു? വെട്ടിപ്പോയി. അങ്ങനെ വെട്ടിക്കളയാൻ വേണ്ടിയായിരുന്നു നമ്മൾ ആ രണ്ടിനെ പുറത്തേക്ക് എടുത്തിട്ടത്. ഓക്കെ, സം ഓഫ് n ടേംസ് കിട്ടിയില്ലേ? അപ്പൊ n ഇൻറ്റു n പ്ലസ് 8 ആണ് ഇതിന്റെ n ഇൻറ്റു n പ്ലസ് 8. ഓക്കെ, ഇതാണ് ഇതിന്റെ എന്ത്? സം ഓഫ് n ടേംസ്. ഓക്കെ, ഇതിന്റെ കൂടെ 16 കൂടെ കൂടി, ഇവിടെ കുറച്ച് പദങ്ങളുടെ തുകയുടെ കൂടെ 16 കൂടെ കൂടിയപ്പോൾ 256 കിട്ടിയെന്നാണല്ലോ. ഓക്കെ, നമുക്കത് അവിടെ എഴുതാം. ഇത്രയും പദങ്ങളുടെ തുകയുടെ കൂടെ 16 കൂടെ കൂട്ടിയപ്പോഴാണ് 256 കിട്ടിയെന്നാണ്. അപ്പൊ നമ്മൾ കുറച്ച് പദങ്ങൾ കൂട്ടുക മാത്രമാണ് ഇപ്പൊ ചെയ്ത്. ഇനി ഈ തുകയുടെ കൂടെ 16 കൂടെ കൂട്ടണം. അതായത് n ഇൻറ്റു n പ്ലസ് 8 ആണല്ലോ തുക. ഉണ്ടാവും n ഇൻറ്റു n പ്ലസ് 8. അതിന്റെ കൂടെ 16 കൂടെ കൂട്ടിയപ്പോൾ 256 കിട്ടി. എഴുതിയത് മനസ്സിലായോ? ഇതാണ് കുറച്ച് പദങ്ങളുടെ തുക. അത് നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ കൂടെ 16 കൂടി കൂട്ടിയപ്പോൾ 256 കിട്ടി. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബ്രാക്കറ്റിന് പുറത്തുള്ളതിനെ ബ്രാക്കറ്റിനകത്തുള്ള ഓരോന്നുകൊണ്ട് ഗുണിക്കണം. എന്നിനെ n കൊണ്ട് ഗുണിക്കുമ്പോൾ n സ്ക്വയർ പ്ലസ് എന്നിനെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 8n പ്ലസ് 16. അങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിന്റെ ആവശ്യം ഇല്ല. പ്ലസ് 16 സമം 256. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മുടെ സൂത്രവാക്യം മോഡലായോ? എന്താണ് സൂത്രവാക്യം? നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ ഈ ലെസണിൽ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഇതിൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ രൂപത്തിലാണോ ഇതെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. അതെങ്ങനെയാണ്? രണ്ടറ്റത്തും ഏതെങ്കിലും സംഖ്യയുടെ സ്ക്വയർ ആണോ നോക്കണം. ആണല്ലോ. n സ്ക്വയർ എന്ന് പറയുന്നത് n-ന്റെ സ്ക്വയർ ആണ്. 16 എന്ന് പറയുന്നത് 4-ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, ആ രണ്ട് സ്ക്വയർ റൂട്ട് തമ്മിൽ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടിയാണോ നടുക്ക് കിടക്കുന്നതെന്ന് ആലോചിക്കണം കേട്ടോ. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ റൂട്ട് n സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് n, 16ന്റെ സ്ക്വയർ റൂട്ട് 4, അത് രണ്ടും കൂടെ ഗുണിക്കുക 4n. അതിന്റെ ഇരട്ടിയാണോ നടുക്ക് കിടക്കുന്നത് ആലോചിക്കുക. 4n ഇരട്ടിയോട് ഗുണിക്കുക, 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 4n-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തൊരു 8n വരില്ലേ? അപ്പൊ ശരിയാണ് ഉണ്ടോ. ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ റൂട്ടിന്റെ ഇരട്ടിയാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സൂത്രവാക്യമാണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ രൂപത്തിലാണ് കിടക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a പ്ലസ് b ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ a ആരാണ്? ഇവിടെ n ആണ്. ഇതിന്റെ സ്ക്വയർ റൂട്ട് എഴുതുക. b ആരാണ്? അവസാനം കിടക്കുന്നതിന്റെ സ്ക്വയർ റൂട്ട് എഴുതുക. 16ന്റെ സ്ക്വയർ റൂട്ട് 4 അല്ലേ? a പ്ലസ് b എന്നായി ദ ഹോൾ സ്ക്വയർ സമം 256. ബാക്കി നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ 4 വീഡിയോ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ മോഡല്. അടുത്ത ഈ സ്ക്വയർ മാറ്റുക. n പ്ലസ് 4 സമം ഇവിടുത്തെ സ്ക്വയർ പോകുമ്പോൾ അവിടെ റൂട്ട് വരും 256. റൂട്ട് 256 എന്ന് പറഞ്ഞാൽ 16 ആണ് അല്ലെ? 16ന്റെ സ്ക്വയർ ആണ് 256. അപ്പൊ n പ്ലസ് 4 സമം 16. അപ്പൊ n സമം എന്താണ്? ഈ പ്ലസ് 4നെ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പൊ അവിടെയുള്ള 16 എഴുതുക. പ്ലസ് 4 അപ്പുറത്ത് ചെല്ലുമ്പോൾ -4 ആകും. 16ൽ നിന്ന് 4 കുറച്ചാൽ 12 കണ്ടോ. അപ്പൊ n സമം 12 കിട്ടി. നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ടേംസ്. അതൊന്നും n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. എത്രയായിരുന്നു പദങ്ങളുടെ എണ്ണം? സമം 12. ഇതോടെ ആൻസർ പൂർത്തിയായി. എല്ലാവരും എഴുതിയെടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം വായിക്കാം. അതിന്റെ തൊട്ട് താഴത്തെ ചോദ്യമാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമപാർശ്വ ത്രികോണം ഉണ്ടാക്കണം. ഉയരം പാദത്തേക്കാൾ 2 മീറ്റർ കുറവാകണം. പരപ്പളവ് 12 ചതുരശ്ര മീറ്ററും ആകണം. എങ്കിൽ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കണം? ഇതാണ് ചോദ്യം. അപ്പൊ 2 കണ്ടീഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. ഉയരം പാദത്തേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം. ഇതിന്റെ ഏരിയ 12 മീറ്റർ സ്ക്വയറും ആവണം. ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. An isosceles triangle has to be made like this. The height should be 2 meters less than the base and the area of the triangle should be 12 square meters. What should be the length of its sides? Okay, ചോദ്യം എല്ലാവരും എഴുതാൻ നമുക്ക് ചെയ്യാം. അതായത് ചോദ്യത്തിലുള്ളത് ഒരു ഐസോസിലീസ് ട്രയാങ്കിൾ ആണ്. ഇതാണ് ഐസോസിലീസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ 2 വശങ്ങൾ തുല്യമാണ്. ഇതാണ് അതിന്റെ ഹൈറ്റ്. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ബേസ് എന്ന് പറയുമ്പോൾ ഈ നീളമാണ്. അങ്ങനെ നമുക്ക് അതിന് പേര് കൊടുക്കാം. എ ബി സി ഡി ത്രികോണത്തിന് പേര് കൊടുത്തിട്ട് ഡി എന്ന് കൊടുക്കാം. അപ്പൊ എ ബി ആണ് ബേസ്. ഓക്കെ, ഈ ബേസിന്റെ നീളം ഇതിനേക്കാൾ 2 മീറ്റർ കുറവാണ് ഈ എച്ച് ഉയരത്തിന്റെ എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതിനേക്കാൾ? ബേസിനേക്കാൾ 2 മീറ്റർ കുറവാണ്. അപ്പൊ കാൾ ചേർത്ത് എന്ത് വരുന്നു അതിനെയാണ് നമ്മൾ എക്സ് എന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ബേസിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്. ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ ദാൻ ഹൈറ്റ് ഈസ് 2 മീറ്റർ ലെസ് ദാൻ ബേസ് എന്നാണ് പറയുന്നത്. അപ്പൊ ദാൻ കഴിഞ്ഞ് എന്താണോ വരുന്നത് അതിനെയാണ് എക്സ് എന്ന് സങ്കല്പിക്കേണ്ടത്. അപ്പൊ ലെസ് ദാൻ ബേസ്. അപ്പൊ ബേസ് ആണ് നമ്മൾ എക്സ് എന്ന് സങ്കല്പിക്കേണ്ടത്. അപ്പൊ നമുക്ക് എഴുതാം. ഇഫ് ബേസ് എന്ന് പറയുമ്പോൾ എ ബി ആണല്ലോ.
അതിനെ സാധാരണ നമ്മൾ ബി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇഫ് ബേസ് ഈസ് ഇക്വൽ ടു എക്സ് ആണെന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പാദം ബി സമം എക്സ് ആയാൽ അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എന്താണ്? ഹൈറ്റ് ഉയരത്തിനെ നമ്മൾ സാധാരണ എക്സ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഉയരം എന്താണ്? അതിനേക്കാൾ 2 മീറ്റർ കുറവാണെന്നല്ലേ? അപ്പൊ എക്സ് മൈനസ് 2. ഇത്രയും മനസ്സിലായത് പാദത്തിന് എക്സ് എന്ന് സങ്കല്പിച്ചു. അപ്പൊ ഉയരം എന്തായി? എക്സ് മൈനസ് 2. ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡേറ്റ ആണിത്. ഓക്കെ, ഇനി എന്താണ് അവർ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്. 12 മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫുൾ ഏരിയ ആണ് തന്നിരിക്കുന്നത് 12 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഈ ഏരിയ എങ്ങനെയാണ് കിട്ടുന്നത്? ഏരിയ കാണാനുള്ള സൂത്രവാക്യം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ കാണാനുള്ള സൂത്രവാക്യം എന്താണ്? ഹാഫ് ബി എച്ച് ആണ് അല്ലെ? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യമാണ് ഹാഫ് ബി എച്ച്. നമ്മൾ ബി വെച്ച് ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതാൻ കാണാം. ഓക്കെ, നമുക്ക് ആ വിലയിട്ട് കൊടുക്കാം. അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 12 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വിലയിട്ട് കൊടുക്കാം. ഹാഫ് ഇൻറ്റു നമ്മൾ ബി ഇവിടെ എന്താണ് സങ്കല്പിച്ചത്? എക്സ് ആയിരുന്നു. കണ്ടോ? എച്ച് എന്തായിരുന്നു? എക്സ് മൈനസ്. അപ്പൊ ബി എച്ച് എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു എച്ച് എന്നാണ്. എന്ന് പറഞ്ഞാൽ ബിയും എച്ചും കൂടെ ഗുണിക്കണം. അപ്പൊ ബിയുടെ വിലയും എച്ചിന്റെ വിലയും കൂടെ ഗുണിച്ചാൽ മതി. എക്സും എക്സ് മൈനസ് 2 കൂടെ ഗുണിക്കുക. ഓക്കെ, അപ്പൊ ഹാഫ് ബി എച്ച് അല്ലെ? ഇതാണ് 12 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നമ്മൾ ചോദ്യത്തിന്റെ തന്നിട്ടുള്ള ഡേറ്റാസ് വെച്ചുകൊണ്ട് ഇവിടെ വരിക. ഇനി അങ്ങോട്ട് കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യുക? നമുക്ക് ആദ്യം നോക്കിയത് ഈ ഹാഫ് ഇല്ലായിരുന്നെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സിന് എക്സ് വിളിച്ച് എക്സ് അങ്ങനെ വന്ന് ചെയ്യാമായിരുന്നു. അപ്പൊ ഹാഫിനെ നമുക്ക് ഒഴിവാക്കണം. എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ ഒരു സംഖ്യ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നേരെ സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഇവിടെ ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ ഇവിടെ ഇൻഡു ചെയ്തിരിക്കുകയാണ്, അവിടെ ചെന്ന് ഡിവൈഡ് ചെയ്യും. ഇവിടെ ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ അവിടെ ചെന്ന് തലതിരിച്ചിട്ടാൽ മതി. ഉണ്ടോ? അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ആരുണ്ട്? എക്സിനെ എക്സ് കൊണ്ട് വേണ്ട, അതടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 മാത്രം എഴുതാം. ഹാഫിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. എക്സ് ഇക്വൽ ടു 12. അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഹാഫ് തലതിരിഞ്ഞ് വരും. 2 മുകളിലും താഴെ 1. അതിന്റെ റെസിപ്രോക്കൽ വിൽക്രമം എഴുതണം. അപ്പൊ താഴെ 1 വന്നാൽ അതിന് വിലയില്ല. 12 ഇൻറ്റു 2 സമം 24 എഴുതാം. 24 മീറ്റർ. ഓക്കെ, ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി നമുക്ക് ബ്രാക്കറ്റിന് പുറത്തുള്ള ബ്രാക്കറ്റിനകത്തുള്ള ഓരോന്നുകൊണ്ട് ഗുണിക്കാം. എക്സിനെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ എക്സ് സ്ക്വയർ. എക്സിനെ മൈനസ് 2 കൊണ്ട്, ചിഹ്നം പ്രത്യേകം ശ്രദ്ധിക്കണം, മൈനസ് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ മൈനസ് 2x സമം 24 എന്ന് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഏതാണ് മെത്തേഡ്? ഇനി അടുത്ത നോക്കൂ. ഇവിടെ 2-ാം കൃതി 1-ാം കൃതി 0 കൃതിയില്ല, 3 എണ്ണം ഇല്ലല്ലോ. നേരത്തെ പോലെ എന്താണ് ഒരു നമുക്ക് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആ രൂപത്തിൽ എഴുതാൻ പറ്റില്ല. ഇവിടെ ബി സ്ക്വയറിന്റെ സ്ഥാനത്ത് സംഖ്യകളൊന്നും ഇല്ല. അത് കാരണം എന്ത് ചെയ്യണം? അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഇതിനെയാണ് നമ്മുടെ സ്ക്വയർ കണ്ടീഷൻ അഥവാ വർഗത്തികവ് എന്ന മെത്തേഡ് അനുസരിച്ച് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് വർഗത്തികവിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സിന്റെ കൂടെ കിടക്കുന്ന സംഖ്യ നോക്കുക. 2 ചിഹ്നം നോക്കണ്ട, അതിന്റെ പകുതിയുടെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്ലസ് എന്നാണല്ലോ. ഇതിന്റെ കണ്ടീഷൻ അതാണ്. 2-ാം കൃതിയുള്ളതിന്റെ ഗുണോത്തരം എന്തായിരിക്കണം? അതിന്റെ ഫ്രണ്ടിൽ വരുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ പ്ലസ് ഒന്നായിരിക്കണം. പ്ലസ് ഒന്നാണല്ലോ ഇവിടെ നിബന്ധന അവർ പാലിച്ചിട്ടുണ്ട്. നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ മൈനസ് 2x. ഈ 2ന്റെ പകുതിയുടെ സ്ക്വയർ, 2ന്റെ പകുതി 1, 1ന്റെ സ്ക്വയർ 1 തന്നെ. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പുറത്തും ആഡ് ചെയ്യും. 24 പ്ലസ് 1. കണ്ടോ? അപ്പോ ഇതെന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ഇനി എങ്ങനെയാ ചെയ്യുന്നത്? ഇതിന്റെ സ്ക്വയർ റൂട്ട് എഴുതണം. ഈ അറ്റത്ത് കിടക്കുന്ന സ്ക്വയർ റൂട്ട്, നടുക്ക് കിടക്കുന്നത് മൈൻഡ് ചെയ്യണ്ട. അപ്പൊ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എക്സ്. ഇവിടെ ആദ്യം മൈനസ് വന്നിരിക്കുന്നതുകൊണ്ട് മൈനസ് എഴുതണം. കണ്ടോ? ഇവിടെ പ്ലസ് ആയിരുന്നു, പ്ലസ് വന്നേനെ. 1ന്റെ സ്ക്വയർ റൂട്ട് 1. അപ്പൊ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിന്റെ വിപുലീകരിച്ച രൂപമാണ് ഈ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ ഷോർട്ടാക്കി ഇങ്ങനെ എഴുതി. ഈ സിക്വൽ 24 ഒന്നും കൂടെ കൂട്ടിയാൽ 25 വരും. ഓക്കെ, അവിടെ നമുക്ക് അറിയാവുന്ന മെത്തേഡാണ്. സ്ക്വയർ മാറ്റുക, അവിടെ റൂട്ട് വരും. ഓക്കെ, എക്സ് മൈനസ് 1 സമം ഇവിടുത്തെ സ്ക്വയർ പോകുമ്പോൾ അവിടെ റൂട്ട് വരും സമം 5. അപ്പൊ എക്സ് സമം എന്ത് വരും? ഈ മൈനസ് 1 അപ്പുറത്ത് ചെല്ലുമ്പോൾ പ്ലസ് 1 ആവും. അവിടെ 5 ഉണ്ടല്ലോ, 5 ആദ്യം എഴുതുക. ഈ മൈനസ് 1 പ്ലസ് 1 ആയിട്ട് എഴുതുക. അപ്പൊ എക്സ് സമം 6 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ബേസ് കിട്ടി. ബേസ് ആയിരുന്നു നമ്മൾ എക്സ് സങ്കല്പിച്ചത്. ഇതാണ് ബേസ്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്ര എഴുതിയെടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്തത് ചെയ്യാം. അപ്പൊ നമുക്ക് ബേസ് കിട്ടി. ബേസ് എന്തായിരുന്നു? ബേസ് അല്ലേ എക്സ് എന്ന് പറഞ്ഞിരുന്നത്. അത് എത്രയായിരുന്നു? 6 മീറ്റർ. therefore അതിന്റെ ഹൈറ്റ് എന്തായി? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ 2 കുറവല്ലേ? എക്സ് മൈനസ് 2 എന്നായിരുന്നു. അപ്പൊ 6 മൈനസ് 2 സമം 4 മീറ്റർ. കണ്ടോ? 2 അളവ് കിട്ടി. ഏതാണ്? നമുക്കിത് തൂക്കാൻ തൽക്കാലം. ഓക്കെ, ഇത് 6, ഇത് 4 കിട്ടി. 4. ഈ 6 എന്ന് പറയുന്നത്
നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. കാരണം ഈ സി ഡി എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണത്തിന് മുകളിൽ നിന്ന് ഒരു ലംബം വരയ്ക്കുകയാണെങ്കിൽ, അതിന്റെ ഹൈറ്റ് വരയ്ക്കുകയാണെങ്കിൽ, ആ വര മൂന്നാമത്തെ വശത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ എതിർവശത്തെ എന്താ ചെയ്യുന്നത്, ഈക്വൽ ആയിട്ടാണ് ഭാഗിക്കുന്നത്. അപ്പൊ ആറിനെ നമുക്ക് ഈക്വൽ ആയിട്ട് എഴുതി കൊടുക്കുക, ഇത് 3, ഇത് 3. മനസ്സിലായല്ലോ? ഇവിടെ എന്താണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്? ഈ സമപാർശ്വ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എന്നാണ്. ഒരു വശം നമ്മളിപ്പോ കണ്ടുപിടിച്ചു, എ ബി 6 ആണ്. ഇനി 2 വശങ്ങളൂടെ ഇല്ലേ, എ സി ഉണ്ട്, ബി സി ഉണ്ട്. ആ എ സിയും ബി സി ഈക്വൽ ആണല്ലോ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി, അത് തന്നെ ആയിരിക്കും മറ്റേത്. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പൊ നോക്കൂ, ഇതിന്റെ ഹാഫ് മാത്രം നോക്കുക, ഹാഫ് ട്രയാങ്കിൾ നോക്കുക, എ ഡി സി. ഇത് ലംബമായതുകൊണ്ട് 90 ഡിഗ്രിയാണ്. ഉണ്ടാവും. ഇതിന്റെ പാദമാണ് 3, ഇതിന്റെ ലംബമാണ്, ഓൾട്ടിറ്റ്യൂഡ് ആണ് 4. ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇതല്ലേ കർണം, എ സി കർണമല്ലേ, ഹൈപ്പോടെന്യൂസ്. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് എ സി കണ്ടുപിടിക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് അതാണ്. ഇൻ റൈറ്റ് ട്രയാങ്കിൾ, അതിനു മുമ്പ് ഈ ഹാഫ് ആക്കിയത് നമുക്ക് എഴുതി കൊടുക്കാം. എ ഡി ഈസിക്വൽ ടു ബി ഡി ഈസിക്വൽ ടു 6/2. എ ഡിയും ബി ഡിയും നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. യാറിനെ സമം 3 മീറ്റർ. ഇനി നമുക്ക് എഴുതാം ഇൻ റൈറ്റ് ട്രയാങ്കിൾ. കണ്ടോ, ഇൻ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ ആരാണ്? എ ഡി സി. എ ഡി സിയിൽ പറഞ്ഞ നമുക്ക് എ സി സ്ക്വയർ കണ്ടുപിടിക്കാം. കണ്ടോ, എ സി സമം എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. സമം 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16 ആണ്. 9 16 കൂട്ടുമ്പോ 25 വരും. അപ്പൊ എ സി സ്ക്വയർ 25 ആണ്. അപ്പൊ എ സി എന്ത്, ഈ സ്ക്വയർ പോകുമ്പോ അവിടെ റൂട്ട് വരില്ലേ. അപ്പൊ റൂട്ട് 25 സമം 5 മീറ്റർ. അപ്പൊ നമുക്ക് എ സി കിട്ടി. എ സിയുടെ അതേ നീളം തന്നെയല്ലേ ബി സിയും. അപ്പൊ അത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുക. ബി സി സമം എ സി സമം 5 മീറ്റർ. എ ബി എത്രയാണ്? എ ബി സമം 6 മീറ്റർ. എ ബി നമുക്ക് ആദ്യമേ കിട്ടിയിരുന്നു ബേസ്. കണ്ടോ, എങ്കിലും ലാസ്റ്റ് ആൻസർ എടുത്ത് എഴുതുമ്പോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വശങ്ങളെല്ലാം ഒരുമിച്ച് ഒന്നുകൂടെ എടുത്ത് എഴുതുക. കണ്ടോ, എ സിയും ബി സിയും 5 മീറ്ററും ഇതിൽ എ ബി 6 മീറ്ററുമാണ്. ഇപ്പൊ നമ്മൾ ആ ഐസോസീലിസ് ട്രയാങ്കിളിന്റെ എല്ലാ വശങ്ങളും എടുത്ത് എഴുതി. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ? എല്ലാവരും എഴുതി എടുക്കുക. അടുത്ത ചോദ്യം വായിക്കാം. ആ പ്രാക്ടീസ് പ്രോബ്ലത്തിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്, ആ പേജിലെ ലാസ്റ്റ് ചോദ്യമാണ്. 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പി ചുവരിൽ ചാരി വെച്ചിരിക്കുകയാണ്, ചുവരിൽ വെച്ചിരിക്കുന്നു. കമ്പിന്റെ ചുവട് ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. അപ്പം ആ കമ്പിന്റെ നീളം തന്നിട്ടുണ്ട്, ചുവട്ടിൽ നിന്ന് എത്ര അകലെയാണ്, ഈ 2 ക്ലൂസ് ആണ് തന്നിരിക്കുന്നത്. കമ്പിന്റെ താഴത്തെ അറ്റം ചുവട്ടിൽ നിന്ന് അല്പം മുന്നോട്ട് നീക്കിയപ്പോൾ മുകളറ്റവും അത്രയും തന്നെ താഴോട്ട് നീങ്ങി. എങ്കിൽ എത്ര ദൂരമാണ് മുന്നോട്ട് നീക്കിയത്? ഓക്കെ, അപ്പൊ കമ്പിന്റെ ചുവടറ്റം കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ നീക്കി. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് ഒരു കമ്പ്, ആ 2 ദൂരവും സെയിം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ദൂരമാണ് നീക്കിയതെന്ന് കണ്ടുപിടിക്കണം. ചോദ്യം എല്ലാവരും എഴുതിയെടുത്ത് നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. A 2.6 meter long rod leaned against a wall. Its foot 1 meter from the wall. When the foot is moved a little away from the wall, its upper end slides the same length down. How much farther is the foot moved? അപ്പൊ ഫുട്ടിൽ നിന്ന് എത്രയാണ് നീക്കിയത്? ആ വാളിന്റെ അത്രയും നീക്കി അത്രയും തന്നെ അപ്പർ സൈഡിൽ സ്ലൈഡ് ചെയ്ത് താഴേക്ക് നിരങ്ങി താഴേക്ക് വന്നു എന്നാ പറയുന്നത്. ആ 2 ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എല്ലാവരും ചോദ്യം എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. അപ്പൊ ചോദ്യത്തിലെ പടം ഇതാണ് ഭിത്തി, ഇത് ഗ്രൗണ്ട് ആണ്. അതിനകത്ത് ഒരു കമ്പ് ചാരി വെച്ചിരിക്കുന്നത്. ആ കമ്പിന്റെ നീളം തന്നിട്ടുണ്ട് 2.6 മീറ്റർ ആണ്. പിന്നെ വേറെ എന്താ ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്? ഈ കമ്പിന്റെ ചുവടറ്റം, താഴെയുള്ള അറ്റം ആ ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. അപ്പൊ ഈ ദൂരം തന്നിട്ടുണ്ട്, ഇവിടുന്ന് ഇവിടം വരെ 1 മീറ്ററുമാണ്. മനസ്സിലായല്ലോ? കമ്പിന്റെ നീളം 2.6 മീറ്റർ ആണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ കമ്പ് കുറച്ച് മുന്നോട്ട് ഇങ്ങോട്ട് നീങ്ങി. അപ്പോ ആ മുകളിൽ നിന്ന് സ്വാഭാവികം അങ്ങനെയാണല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കാൻ നേരത്ത് മുകളിൽ നിന്ന് കുറച്ച് പോകാൻ താഴേക്ക് വരുന്നില്ലേ? താഴത്ത് നിന്ന് ഇങ്ങോട്ട് നീങ്ങിയ ദൂരവും മുകളിൽ നിന്ന് താഴേക്ക് സ്ലൈഡ് ചെയ്ത നിരങ്ങി വന്ന ദൂരവും സെയിം ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ എത്ര ദൂരമാണ് അങ്ങനെ നിരക്കി നീക്കിയത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ നിരക്കി നീക്കിയതിനു ശേഷമുള്ള പടം മാറ്റിയത് വരയ്ക്കാം. അപ്പൊ കമ്പി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അത് എന്തായി? ഇത് അല്പം കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിയപ്പോ കമ്പ് ഇങ്ങനെ കണ്ടോ, അതായത് ഇവിടുന്ന് ഇവിടം വരെയാണ് നീക്കിയത്, അത് മുകളിൽ നിന്ന്. അപ്പൊ ഈ ദൂരവും നിരക്കി നീക്കിയത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ആ ദൂരം ഇത് മുകളിൽ നിന്ന് താഴേക്ക് വന്നു, ഈ 2 ദൂരവും സെയിം ആണെന്ന് ആണ്. ഇവിടെ നോക്കൂ, ഇതൊരു മട്ടത്രികോണമല്ലേ? ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. നമുക്ക് വിലയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ A, B, C.
ഇതിൽ മട്ടത്രികോണത്തിൽ ബി സി എന്ന് പറയുന്നത് ബേസ് ആണ്, എ സി എന്ന് പറഞ്ഞാൽ കർണമാണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എ ബി കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അത് നമുക്കിനി എത്ര ദൂരമാണ് നിരക്ക് നീക്കിയത് കണ്ടുപിടിക്കുന്ന ആവശ്യത്തിന് വെക്ക് വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എ ബി കണ്ടുപിടിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ അത് ആദ്യം എടുത്തെഴുതാം. മട്ടത്രികോണം എ ബി സിയിൽ ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. മട്ടത്രികോണം എ ബി സിയിൽ പറഞ്ഞ എന്തെല്ലാം തന്നിട്ടുണ്ട്? ബി സി സമം 1 മീറ്റർ, അടുത്തത് എ സി സമം 2.6 മീറ്റർ. ഇത്രയും ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി സ്ക്വയർ ഈസിക്വൽ ടു, എ ബി സ്ക്വയർ ഈസിക്വൽ ഇവിടെ എ ബി എന്ന് പറയുന്ന ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസിക്വൽ ടു ഓൾട്ടിറ്റ്യൂഡോ ബേസോ ആണ് കണ്ടുപിടിക്കുന്നത്. ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്, കർണത്തിന്റെ സ്ക്വയറിൽ നിന്ന് കുറയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ എ ബി സ്ക്വയർ ഈസിക്വൽ ടു എന്താണ്? കർണം സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ബേസ് ആരാണ്? ബി സി സ്ക്വയർ ആണ്. ഇത് മനസ്സിലായത്? ഇത് പൈതഗോറസ് തിയറമാണ് എഴുതിയിരിക്കുന്നത്. ഇത് 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. അതായത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസിക്വൽ ടു എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ആ രൂപത്തിലാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് വിലയിട്ട് കൊടുക്കാം. എ സി സ്ക്വയർ നമുക്ക് അറിയാം. എ സി സ്ക്വയർ എത്രയാണ്? 2.6 സ്ക്വയർ മൈനസ് ബി സി എത്രയാണ്? 1 സ്ക്വയർ. ഇസുകളുടെ വരും 2.6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 6.76 വരും. കാരണം 25 625 ആണ്. 26ന്റെ സ്ക്വയർ ഒക്കെ നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചേക്കണം. അപ്പൊ 26ന്റെ സ്ക്വയർ 676. ഇവിടെ ചോദ്യത്തിൽ ഒരു സ്ഥാനമാണെങ്കിൽ ഉത്തരത്തിൽ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ 2 സ്ഥാനം ഇരട്ടി സ്ഥാനം മാറ്റി കുത്തരണം. അപ്പൊ 6.76 മൈനസ് 1 സ്ക്വയർ 1 തന്നെയാണ്. 6.76 1 കുറയ്ക്കുമ്പോൾ അതെങ്ങനെയാണ്? ബാക്കി 5.76 ആണ്. അതെങ്ങനെയാണ് കുറയ്ക്കുന്നത്? 6.76 1 എവിടെ വേണം എഴുതാൻ? 6ന്റെ അവിടെയാണ് എഴുതുന്നത്. ഇതിപ്പോഴും അറിഞ്ഞൂടാത്ത പിള്ളേരെയുണ്ട് 10ാം ക്ലാസ് വരെ എത്തിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. 1 നമ്മൾ ഈ പോയിന്റ് ഇപ്പുറത്ത് വേണം ഇട്ട് കൊടുക്കണം. ഇവിടെ എന്നിട്ട് അപ്പുറത്ത് വേണം 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം കുറയ്ക്കാൻ. 6 0 പോയാൽ 6, 7 0 പോയാൽ 7, 6 1 പോയാൽ 5. അങ്ങനെയാണ് 5.76 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എ ബി സ്ക്വയർ കിട്ടി 5.76. അപ്പൊ എ ബി എന്തായിരിക്കും? അതിന്റെ സ്ക്വയർ, ഇവിടുത്തെ സ്ക്വയർ പോയി അപ്പൊ അവിടെ സ്ക്വയർ റൂട്ട് വരില്ലേ? റൂട്ട് 5.76. ഈ 576 ഏതിന്റെ സ്ക്വയർ ആണ്? 24ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 30 വരെയുള്ള സിംഗിൾ സ്ക്വയർ കാണാൻ വെച്ച് നോക്കണം. എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള വന്നു കഴിയുമ്പോൾ ഇത് ഏതിന്റെ സ്ക്വയർ ആണ്, സ്ക്വയർ റൂട്ട് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, 5.576 24 ഇവിടെ 2 സ്ഥാനം എന്ന് പറയുമ്പോൾ അത് ചോദ്യം ഇവിടെ ഒരു സ്ഥാനം ആകുമ്പോഴാണ് അതിന്റെ ഇരട്ടിയായിട്ട് ഇവിടെ എഴുതുന്നത്. അപ്പൊ 2.4 ആണ് ഇതിന്റെ ഉത്തരം. അപ്പൊ നമുക്ക് എ ബി കിട്ടി 2.4 മീറ്റർ. ഓക്കെ, അത്ര എഴുതുക. ഇനി നമുക്ക് പടത്തിലേക്ക് വീണ്ടും പോകാം. ഓക്കെ, ശ്രദ്ധിക്കുക. കണ്ടോ, പടത്തില് ആദ്യം എഴുതുന്നത് എ ബി സി ഇങ്ങനെയായിരുന്നു. അപ്പൊ ഈ കമ്പാണ് ഞാൻ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ചുവട്ടിൽ നിന്ന് അല്പം പുറകോട്ട് നിരക്കി നീക്കി. അപ്പൊ മുകളിൽ നിന്ന് അത്രയും തന്നെ താഴേക്ക് വന്നു. നമുക്ക് അതിന് പോയിന്റ് കൊടുക്കാം. ഇതിന് പി എന്നും ഇതിന് ക്യൂ എന്നും കൊടുക്കാം. ഓക്കെ, പി ക്യൂ. ഇപ്പൊ പുതിയ സ്ഥാനം കമ്പ് ടച്ച് ചെയ്തിരിക്കുന്ന പുതിയ സ്ഥാനം പിയും ക്യൂ ആണ്. ഓക്കെ, ഈ നീക്കിയ ദൂരം എക്സ് ആണെന്ന് നമുക്ക് സങ്കല്പിക്കാം. എക്സ് സി പി അല്ല പി സി സമയം എക്സ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എ ക്യൂവും എക്സ് ആയിരിക്കും. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് താഴത്തുനിന്ന് എത്ര മീറ്റർ നിരക്ക് നീക്കുക അത്രയും തന്നെ മുകളിൽ നിന്ന് താഴേക്ക് സ്ലൈഡ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ നീളം എക്സ് സങ്കല്പിച്ചാൽ ഈ നീളം എക്സ് തന്നെയാണ്. ഏതായാലും കമ്പിന്റെ നീളത്തിന് മാറ്റം വരുന്നില്ല. കമ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് കമ്പ് ചരിച്ചു വരുന്നതുകൊണ്ട് കമ്പിന്റെ നീളം 2.6 മീറ്റർ തന്നെയാണ്. അതിൽ മാറ്റം വരില്ല. അപ്പൊ പി ക്യൂ സമയം 2.6 മീറ്റർ തന്നെയാണ്. ഓക്കെ, ഇനി ഈ ബി ക്യൂന്റെ നീളം എന്തായിരിക്കും? നമ്മൾ എ ബിയുടെ നീളം കണ്ടുപിടിച്ച് അതിനു വേണ്ടിയായിരുന്നു. എ ബി 2.4 ആണല്ലോ. അതായത് ഇവിടുന്ന് ഇവിടം വരെ 2.4 ആണ്. അപ്പൊ ബി ക്യൂ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എ ക്യൂ കുറച്ചാൽ പോരെ. അപ്പൊ ബി ക്യൂന്റെ നീളം എന്ന് പറഞ്ഞാൽ 2.4 നിന്ന് ഈ എക്സ് കുറയ്ക്കുന്നതായിരിക്കും. ശരിയല്ലേ? എ ബി വരെ 2.4 ആണ്. അപ്പൊ ബി ക്യൂ ഇവിടം വരെയുള്ള നീളം എന്തായിരിക്കും? അതിന് എ ക്യൂവിന്റെ നീളം കുറച്ചാൽ മതി, എക്സ് കുറച്ചാൽ മതി. അപ്പൊ 2.4 എക്സ്. ഇനി ഈ ബി സി എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആയിരുന്നു, ചോദ്യത്തിൽ തന്നിരുന്നു. അപ്പൊ ബി പിയുടെ നീളം എന്തായി? അതിന്റെ കൂടെ എക്സ് കൂടെ കൂട്ടിയാൽ മതി. എക്സ് പ്ലസ് 1 ആണ് കേട്ടോ ബി പിയുടെ നീളം. ഇപ്പൊ ഇവിടെ ഒരു പുതിയൊരു മട്ടത്രികോണം വന്നില്ലേ? ഏതാണത്? പി ബി ക്യൂ എന്ന് പറയുന്ന മട്ടത്രികോണം നോക്കൂ. ആ മട്ടത്രികോണത്തിൽ എന്തെല്ലാം ഉണ്ട് കണ്ടോ? അതിന്റെ ബേസ് ആണ് 1ഉം എക്സും കൂടെ കൂട്ടുന്നത്, എക്സ് പ്ലസ് 1. അതിന്റെ ഹൈറ്റ് ആണ് അഥവാ ഓൾട്ടിറ്റ്യൂഡ് ആണ് 2.4 മൈനസ് എക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് 2.6 മീറ്റർ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ 3 വശവും നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഇത് എക്സ് എന്ന് കണ്ടുപിടിച്ചപ്പോ അപ്പോ ഈ വില വെച്ചുകൊണ്ട് പൈതഗോറസ് തിയറം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ എക്സിന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിപ്പോ ചെയ്ത കാര്യങ്ങളൊന്ന് എഴുതി കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത് ഇത് എക്സ് എന്ന് സങ്കല്പിക്കല്ലേ ചെയ്തത്? പി സി സമയം എ ക്യൂ സമയം എക്സ്, അതായത് നിരക്ക് നീക്കിയ ദൂരമാണ് എക്സ്. ശരിയല്ലേ? അപ്പൊ നമുക്കത് ആദ്യം എടുത്ത് എഴുതാം. ഇഫ്
പി സി ഈസ് ഈക്വൽ ടു എ ക്യൂ. അത് രണ്ടും തുല്യമാണ്. എ ക്യൂ സമം എക്സ്. കണ്ടോ, പി സി സമയം എ ക്യൂ സമയം എക്സ് ആയാൽ നമുക്ക് അടുത്ത മട്ടത്രികോണത്തിലേക്ക് പോകാം. താഴെയുള്ള മട്ടത്രികോണം കണ്ടോ, പി ബി ക്യൂ എന്ന് പറയുന്ന മട്ടത്രികോണം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ പി ബി ക്യൂ, മട്ടത്രികോണം പി ബി ക്യൂവിൽ നോക്കും. മട്ടത്രികോണം പി ബി ക്യൂവിലെ അളവുകൾ ആരൊക്കെയാണ്? പി ബി എത്രയായിരിക്കും? പി ബി എന്ന് പറഞ്ഞാൽ ഈ എക്സും ഈ ഒന്നും കൂടി കൂട്ടുന്നതായിരിക്കും. ശരിയല്ലേ? സമ എക്സ് പ്ലസ് 1 ആണ്. ഓക്കെ. ബി ക്യൂ എന്തായിരിക്കും? ഇത് ക്യൂ ആണല്ലോ. ബി ക്യൂ എന്ന് പറഞ്ഞാൽ ഈ എ ബിയിൽ നിന്ന് എ ക്യൂ കുറയ്ക്കുന്നതായിരിക്കും. ശരി, എ ബിയുടെ നീളം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 2.4. അപ്പൊ 2.4ൽ നിന്ന് എന്ത് കുറയ്ക്കുന്നതാണ്? എക്സ് കുറയ്ക്കുന്നതായിരിക്കും. അത് മനസ്സിലായല്ലോ. ഇനി പി ക്യൂ എത്രയാണ്? പി ക്യൂ എന്ന് പറഞ്ഞാൽ കമ്പ് തന്നെയാണ്. കമ്പ് ഇങ്ങനെ ഇരുന്നാലും ഒരല്പം ചരിഞ്ഞിരുന്നാലും കമ്പിന്റെ നീളത്തിന് മാറ്റം വരുന്നില്ല. അത് കാരണം പി ക്യൂ സമം 2.6 മീറ്റർ ആണ്. ഓക്കെ. അപ്പൊ ആ മട്ടത്രികോണത്തിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഇതൊന്നും തൂത്ത് കളയാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഈ ത്രികോണത്തിന് 3 വശങ്ങൾ കിട്ടി. നമുക്ക് പൈതഗോറസ് തിയറം എഴുതാം. എന്താണ് പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ആ രൂപത്തിൽ എഴുതാം. ഇവിടെ ആരാണ് ബേസ് സ്ക്വയർ? അതായത് ബി പി സ്ക്വയർ, അതാണ് ബേസ് സ്ക്വയർ. പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ആരാണ്? ബി ക്യൂ സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ആരാണ്? പി ക്യൂ സ്ക്വയർ. ഇത് മനസ്സിലായോ നിങ്ങൾക്ക് എഴുതിയത്? ഇതിന്റെ വില ഇട്ട് കൊടുത്ത് നമുക്ക് ഇവിടെ ചെയ്യാം. എല്ലാവരും ഇത് എഴുതിയെടുക്കുക. ഓക്കെ. അപ്പൊ ബി പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ആണല്ലോ. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി ക്യൂ എന്ന് പറഞ്ഞാൽ 2.4 മൈനസ് എക്സ്. 2.4 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ക്യൂ സ്ക്വയർ. പി ക്യൂ സ്ക്വയർ എത്രയാണ്? 2.6 സ്ക്വയർ. ഇനി ഈ ക്രിയ നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. നമുക്ക് ഇത് ക്രിയ ചെയ്യാം. ഇത് ഏത് രൂപത്തിലാണ്? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് കണ്ട ഇവിടെ ഒരെണ്ണം മാത്രമല്ല സ്ക്വയർ നമുക്ക് മാറ്റിയിട്ട് അപ്പുറത്ത് സ്ക്വയർ റൂട്ടിലൂടെ ചെയ്ത് കൊടുക്കുക. ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് ഇക്വേഷൻ അനുസരിച്ച് ചെയ്യണം. ഇക്വേഷൻ എന്താണ്? ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ രൂപത്തിലാണ്. ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ രൂപത്തിലാണ്. അപ്പൊ അത് രണ്ടും എക്സ്പാൻഡ് ചെയ്യണം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എ സ്ക്വയർ പ്ലസ് കണ്ടോ, ഞാനിതോടെ എഴുതാം. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ രൂപത്തിൽ എഴുതണം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കോ എ സ്ക്വയർ ഈ പ്ലസിന്റെ സ്ഥാനത്ത് മൈനസ് വരും. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ വരും. ഈ രണ്ട് രൂപത്തിൽ നമുക്ക് ഇത് രണ്ടിനെയും എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ അതിന് എളുപ്പ വഴിയുണ്ട്. ഇതിങ്ങനെ ഈ സൂത്രവാക്യങ്ങൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ 2 എണ്ണത്തിന്റെ സ്ക്വയർ 2 അറ്റത്ത് എഴുതുക. എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, ഇവിടെ പ്ലസ് ആണെങ്കിൽ എല്ലാം പ്ലസ് ഇടാം. നടുക്ക് എഴുതി നമുക്ക് പിന്നെ എഴുതാം 1ന്റെ സ്ക്വയർ 1. കണ്ടോ? അപ്പൊ നമ്മൾ എ സ്ക്വയർ ബി സ്ക്വയർ ഇനി 2ab എഴുതുന്നത് അത് കിട്ടാൻ ഇതിന്റെ സ്ക്വയർ റൂട്ട് ഇതിന്റെ സ്ക്വയർ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി എഴുതിയാൽ മതി. എക്സും 1 കൂടെ ഗുണിച്ചാൽ എത്രയാ? എക്സ് തന്നെയാണ്. അതിന്റെ ഇരട്ടി എത്രയാ? 2x. ഇത്രയുള്ള കാര്യം. അപ്പൊ നമ്മൾ ആ രൂപത്തിൽ എഴുതിയത് തുല്യമാണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. എക്സിന്റെ സ്ക്വയർ ആദ്യം എഴുതുക, 1ന്റെ സ്ക്വയർ അവസാനം എഴുതുക, മൂന്നാമത് എഴുതുക. എന്നിട്ട് അത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി നടുക്ക് എഴുതുക. എക്സ് 1 കൂടെ ഗുണിക്കുമ്പോൾ ഒരു എക്സ്, അതിന്റെ ഇരട്ടി 2x. അപ്പൊ നമുക്ക് മിന്നൽ വരും. 10 സെക്കൻഡ് പോലും വേണ്ട. ആ ഇതിൽ തന്നെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇതിന്റെ വിശദീകരിച്ച രൂപം, അതായത് അതിന്റെ എക്സ്പാൻഡബിൾ ഫോമാണ് എഴുതിയിരിക്കുന്നത്. പ്ലസ് അതുപോലെ തന്നെ ഇവിടെ ചെയ്യാം. കണ്ടു പേടിക്കൊന്നും വേണ്ട. ഇത് മൈനസ് ആണെന്നുള്ളത്. ഇത് ഫസ്റ്റ് ഇവിടെ മൈനസ് വരും, വേറെ പ്രശ്നമൊന്നുമില്ല. 2.4ന്റെ സ്ക്വയർ നമ്മൾ നേരത്തെ എഴുതിയതാണ് 5.7. കണ്ടോ? ആദ്യം ഇവിടെ മൈനസ് വന്നതിന് ആദ്യം മൈനസ് ഇടുക, ഇനി അങ്ങോട്ടുള്ള പ്ലസ് ഇടണം. നടുക്കുള്ള അവിടെ കിടക്കട്ടെ. മൂന്നാമത് എന്ത് വരും? എക്സ് സ്ക്വയർ. കണ്ടോ? 2.4ന്റെ സ്ക്വയർ ആദ്യം എഴുതി, എക്സിന്റെ സ്ക്വയർ അവസാനം എഴുതി. ഇവിടെ ആദ്യം മൈനസ് കൊടുക്കണം. ഇനി ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടിയാണ് നടുക്ക് എഴുതാൻ പോകുന്നത്. 2.4 എക്സും കൂടെ ഗുണിക്കുക. 2.4x അതിന്റെ ഇരട്ടി 2.4 നിങ്ങൾ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 4.8 കിട്ടും. ഇരട്ടി കിട്ടാൻ 4ന്റെ ഇരട്ടി 8, 2ന്റെ ഇരട്ടി 4 കിട്ടാം. 4.8 എക്സ് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി. അവിടെ എക്സ് എഴുതാൻ മറന്നു പോരുത്. 2.4ന്റെ ഇരട്ടി മാത്രം 4.8 മാത്രം പിള്ളേർ എഴുതി എക്സ് എഴുതത്തില്ല. ഇതിനാണ് ആൻസർ തരും. അപ്പൊ ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി 2.4xന്റെ ഇരട്ടി 4.8x എഴുതി പിടികിട്ടിയല്ലോ. ഈസ് ഈക്വൽ ടു 2.6ന്റെ സ്ക്വയർ. 2.6ന്റെ സ്ക്വയർ എത്രയായിരുന്നു? 6.76 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ. ഈ എഴുതിയത് മനസ്സിലായോ? ഇത് വളരെ ഈസിയാണ്. നമുക്ക് കാണുമ്പോഴത്തേക്കുള്ള ഒരു സംഭവം ഈസിയാണ്. ഇനി നോക്കൂ, ഒരേപോലെ കൃതിയും ചരവുള്ളത് ആരെങ്കിലും ഉണ്ടോ നോക്കാം. നോക്കിയാൽ എക്സ് സ്ക്വയർ ഇവിടെയുണ്ട്, എക്സ് സ്ക്വയർ അവിടെയുണ്ട്. രണ്ടേ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചോണം.
ഇത് പ്ലസ് എക്സ് സ്ക്വയർ ആണ്, അതും പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നമല്ലേ? അപ്പൊ ഒരു എക്സ് സ്ക്വയറും ഒരു എക്സ് സ്ക്വയറോട് കൂട്ടിയാൽ 2x സ്ക്വയർ. ഇനി എക്സ് എക്സ് ഉള്ളത് നോക്കാം. ഇതിപ്പോ രണ്ടാം കൃതിയാണ് നമ്മൾ. ഇനി ഒന്നാം കൃതികൾ ആരെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് 2x-ഉം മൈനസ് 4x, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്. അങ്ങനെയാണെങ്കിൽ വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. അപ്പൊ 4.8 2 കുറയ്ക്കുമ്പോ 2.8 ഉണ്ടാവും. 2.8x വലുതിന്റെ ചിഹ്നം മൈനസ് ആണ് കേട്ടോ. അപ്പൊ 2.8x ഇത് ചെയ്ത് മനസ്സിലായല്ലോ. നെഗറ്റീവ് പോസിറ്റീവ് നിയമങ്ങളല്ല ഞാൻ 9ാം ക്ലാസ്സുകാരിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠത്തിന്റെ ആദ്യ പാർട്ടിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഞാനത് വേണമെങ്കിൽ എന്റെ സ്ക്രീനിൽ ഇടാം, നിങ്ങൾ അതൊന്ന് വിശദമായിട്ട് പഠിക്കണം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. 4.8 2x പറയുമ്പോൾ 2.8x വലുതിന്റെ ചിഹ്നം മൈനസ്. ഇനി അടുത്തത് എന്താണ്? വെറും സംഖ്യകൾ മാത്രം ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. 1 ഉണ്ട്, 5.76 ഉണ്ട്. അത് രണ്ടും കൂടെ 2 പോസിറ്റീവ് ആണ് കേട്ടോ. +1 +1. അപ്പൊ 5.76ന്റെ കൂടെ 1 കൂടുമ്പോ 6.76 പ്ലസ് 6.76 സമം 6.76 എന്ന് വന്നില്ലേ? ഉണ്ടോ? ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെയുണ്ട് 6.76 അവിടെയുണ്ട്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഈ 6.76നെ അപ്പുറത്ത് കൊണ്ടുപോയി നമുക്ക് 6.76 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ മൈനസ് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകില്ല. ആ രീതിയിൽ ആലോചിക്കാം. അപ്പോ 2x സ്ക്വയർ മൈനസ് 2.8x സമം എന്താണ്? 6.76. ഈ പ്ലസ് 6.76 അപ്പുറത്ത് ചെല്ലുമ്പോൾ മൈനസ് 6.76. 6.76 നിന്ന് 6.76 കുറയ്ക്കുമ്പോൾ 0 അത് ക്യാൻസൽ ചെയ്ത് പോയി കണ്ടോ. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 2x സ്ക്വയർ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ x സ്ക്വയർ ആണ് തോന്നുന്നത്. 2.8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ പകുതിയാവും. 28ന്റെ പകുതി 14 ആണ്. അപ്പൊ 1.4x എന്ന് പറയും സമം 0 ആണ് കേട്ടോ. ഇത്രയും മനസ്സിലായോ? അപ്പൊ എക്സ് സ്ക്വയറിൽ നിന്ന് 1.4x കുറച്ചാൽ 0 കിട്ടും. ഇനി നമുക്ക് ഇവിടെ മറ്റേ രീതിയിൽ, അതായത് വർഗം തികയ്ക്കുന്ന രീതിയിൽ ചെയ്യണ്ട. നമുക്ക് അതിനേക്കാൾ നല്ലത് ഇവിടെ 0 വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വർഗം തികയ്ക്കൽ രീതി ചെയ്യണമെന്നില്ല. അല്ലാതെ തന്നെ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ഈ മൈനസ് 1.4x നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്ത് ഇവിടെ എക്സ് സ്ക്വയർ മാത്രം സമം ഈ മൈനസ് 1 അപ്പുറത്ത് വരുമ്പോൾ 1.4x പ്ലസ് 1.4x ആവും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എക്സ് എക്സ് എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. ഇവിടെ 1.4 ഇൻറ്റു എക്സ് അല്ലേ? ആ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്തോട്ട് ഇവിടെ ഗുണിച്ചിരിക്കണം. 1.4 ഇൻറ്റു എക്സ് ഗുണിച്ചിരിക്കണം. ആ എക്സിനെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? അത് ഹരിക്കും. അപ്പൊ ഉത്തരം എന്ത് വരും? എക്സ് സ്ക്വയർ ഈ എക്സിന് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഹരിച്ചു ഇസിക്വൽ ടു 1.4. അവിടെ 1.4 മാത്രമായി കണ്ട. എക്സ് എക്സ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്നു. ആ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഇൻഡു ചെയ്തിരിക്കുന്ന എക്സിന് ഇപ്പുറത്ത് വന്നപ്പോൾ ഡിവൈഡ് ആയി. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ഈ എക്സ് സ്ക്വയർ എന്ന് പറയാൻ അർത്ഥം എന്തുവാ? എക്സ് ഇൻറ്റു എക്സ് എന്നാണ്. താഴെ ഒരു എക്സും. അപ്പൊ ഒരു എക്സും ഒരു എക്സും വെട്ടിപ്പോയി മിച്ചം ഒരു എക്സ് മാത്രമായില്ലേ? സമം 1.4. അപ്പം എക്സ് സമം 1.4 എന്ന് ആൻസർ കിട്ടി കണ്ടോ. എക്സ് ആയിരുന്നു നമ്മൾ നിരത്തി നീക്കിയ ഡിസ്റ്റൻസ്. അപ്പൊ എക്സ് സമം 1.4 മീറ്റർ. നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതണം. നീക്കിയ ദൂരം ഡിസ്റ്റൻസ് മൂവ്ഡ്. ഡിസ്റ്റൻസ് മൂവ്ഡ് നീക്കിയ ദൂരം എത്ര ദൂരമാണ് നീക്കിയത്? 1.4 മീറ്റർ. ഇതോടെ ആൻസർ ഇതിന്റെ പൂർണ്ണമായി. ചെയ്ത് മനസ്സിലായോ? നല്ലൊരു കണക്കാണ്. എല്ലാവരും എഴുതിയെടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവാൻ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷനും കണക്കുകളും കൂടി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത്, കമന്റ് ചെയ്യുക. പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. തുടർന്നുള്ള കണക്കുകളും ഞാൻ വീണ്ടും വരും പുതിയ വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust.